إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الحديث كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا لا تتبعوا خطوات الشيطان ومن يتبع خطوات الشيطان فإنه يأمر بالفحشاء والمنكر. സമാദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, പരമദയാലുവും കരുണാവാരിധിയുമായ അള്ളാഹുവിൻ്റെ ആജ്ഞാ നിയമനിർദ്ദേശങ്ങൾ, വിധിവിലക്കുകൾ പരമാവധി ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ച് തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിതത്തെ ക്രമീകരിക്കണമേ എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, ശക്തമായ ഭാഷയിൽ വസിയത്ത് ചെയ്യുകയാണ്. സ്വർഗവും നരകവും ഒരിക്കലും സമമാകാത്ത രണ്ട് ധ്രുവങ്ങളാണ്. ആ പര്യവസാനത്തെ പോലെ തന്നെ ആ പര്യവസാനത്തിന് അർഹമായി തീരുന്ന ആളുകളും അവരുടെ നിലപാടുകളും അവരുടെ ജീവിത പരിസരങ്ങളും പര്യവസാനത്തെ പോലെ തന്നെ വൈരുദ്ധ്യമുള്ളതാകും എന്നുള്ളതാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. സ്വർഗാവകാശികളിൽ അള്ളാഹു നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യരായ നമ്മുടെ ഏറ്റവും സ്വസ്ഥമായ ജീവിത നിലനിൽപ്പിന് മതിയാകുന്ന മനോഹരമായ ഒരു ഉപദേശം, എല്ലാത്തിനും ആ വസ്തുത അർഹിക്കുന്ന മൂല്യം നൽകുക എന്നുള്ളതാണ്. കേൾക്കുമ്പോൾ വളരെ എളുപ്പമുള്ളതും ചിരപരിചിതവുമായിട്ടുള്ള ഒരു പ്രസ്താവനയായി, ഒരു പ്രയോഗമായി നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. എന്നിരുന്നാലും ആത്യന്തികമായ വിജയത്തിനും കേവലമായ വിജയങ്ങൾക്കും ഓരോ വസ്തുവും അർഹിക്കുന്ന മൂല്യവും പ്രാധാന്യവും പ്രസക്തിയും വകവെച്ചു നൽകുക എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ട കാര്യമായി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. സൃഷ്ടികളോടും സഹജീവികളോടും സൃഷ്ടാവിനോട് പോലും അത് ഉൾക്കൊള്ളുന്ന മഹത്വത്തിന് ആധാരമായിട്ടുള്ള അർഹിക്കുന്ന മൂല്യം നൽകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. കഴിഞ്ഞ ഖുതുബയിൽ പറഞ്ഞു വെച്ചിട്ടുള്ള നമ്മുടെ ദൗത്യത്തെപ്പറ്റി അതിൻ്റെ തുടർഭാഗം പറയുവാനാണ് ആഗ്രഹിക്കുന്നത്. ചില മനുഷ്യർക്ക് അവരുടെ പര്യവസാനമായി അള്ളാഹു സ്വർഗത്തെ വകവെച്ച് നൽകുമെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്.
സൂറത്തു നാസിയാത്തിലെ 40-ാമത്തെ വചനത്തിലൂടെയും 41-ാമത്തെ വചനത്തിലൂടെയും അള്ളാഹു ആ ഭാഗത്തെ അവരുടെ പ്രത്യേകതകളെ വളരെ കൃത്യമായി അടയാളപ്പെടുത്തുന്നുണ്ട്. ആ സ്വർഗ അനുഭൂതികൾക്ക് അവർക്ക് നേടിയെടുക്കുവാൻ കാരണമായ അവരിലുണ്ടായിരുന്ന മഹനീയമായ ക്വാളിറ്റി ആയിക്കൊണ്ട് പ്രത്യേകതയായി അള്ളാഹു പഠിപ്പിക്കുന്നത് അവർക്ക് പഠിപ്പിക്കപ്പെട്ട രക്ഷിതാവ് അർഹിക്കുന്ന മൂല്യത്തിൽ അവർ ആദരിച്ചു എന്നുള്ളതാണ്. ആ ആയത്തിൽ അള്ളാഹു പറയുന്നു, വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവ. അതായത് സ്വന്തം ഇച്ഛകൾ ഇങ്ങനെ മന്ത്രിക്കുമ്പോൾ, സ്വന്തം തോന്നലുകളും സ്വന്തം അഭിപ്രായങ്ങളും ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നിരന്തരം ജീവിതത്തിന്റെ മറക്കുള്ളിൽ ഇരുന്നു കൊണ്ട് നമ്മെ പ്രേരിപ്പിക്കുമ്പോൾ, നമ്മെ അതിനുവേണ്ടി പ്രചോദിപ്പിക്കുമ്പോൾ, ഉത്തേജിപ്പിക്കുമ്പോൾ, സ്വർഗാവകാശികളാകുന്ന ആളുകളുടെ പ്രത്യേകതയായി പരിശുദ്ധ ഖുർആൻ പറയുന്നു, അവർ തിരിച്ചറിയുകയാണ്, അല്ലെങ്കിൽ അവർ ഭയപ്പെടുകയാണ്. അള്ളാഹുവിന്റെ മഖാമ റബ്ബിഹി, അവരെ സൃഷ്ടിച്ചിട്ടുള്ള, അവരെ സംവിധാനിച്ചിട്ടുള്ള അവരുടെ സൃഷ്ടാവിന്റെ മൂല്യത്തെ, ആ സ്ഥാനത്തെ അവർ തിരിച്ചറിയുന്നു, അതിനെ ഭയപ്പെടുന്നു. അപ്പോൾ അള്ളാഹുവെ തിരിച്ചറിയുന്ന, അള്ളാഹുവിന്റെ മൂല്യത്തെ പുനർവായന നടത്തുന്ന, അതിനെ തിരിച്ചറിയുന്ന, മനസ്സിലാക്കുന്ന മനുഷ്യർ അവരുടെ ജീവിതത്തിൽ ഇച്ഛകളുടെ മന്ത്രങ്ങൾക്ക് വശംവദരാകാതെ, പിടികൊടുക്കാതെ അള്ളാഹുവിൽ കൃത്യമായി അഭയം പ്രാപിക്കുന്നവരാകുമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ ഉണർത്തുന്നുണ്ട്. ശേഷം 41-ാമത്തെ വചനത്തിലൂടെ അള്ളാഹു പറയുന്നു, ഫഇന്നൽ ജന്നത ഹിയൽ മഅവ, അവർക്കുള്ളതാണ്, അവന് തന്നെയാണ് അള്ളാഹുവിന്റെ സ്വർഗം സങ്കേതമായി നൽകപ്പെടുന്നത് എന്ന് പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി നമ്മെ ഉണർത്തുന്നുണ്ട്. നാം നമ്മെപ്പറ്റി ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? യാതൊരുവിധ പരിചയവുമില്ലാതെ, യാതൊരുവിധ അഭിപ്രായങ്ങളുമില്ലാതെ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നവരാണ് ഞാനടക്കം നമ്മൾ ഓരോരുത്തരും. മുൻപ് കേട്ടുപരിചയമോ വന്നുപോയതിന്റെ അനുഭവമോ ഒന്നുമില്ലാതെ ഈ ഭൂമിയിലേക്ക് പിറന്നു വീണ നാം ഓരോരുത്തരും ഈ ഭൂമിയിൽ അള്ളാഹു നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ ആവോളം ആസ്വദിക്കുകയും ജീവിതത്തിന്റെ ഗമനത്തിന്, മുന്നോട്ടുള്ള പ്രയാണത്തിന് ആവശ്യമാകുന്ന അറിവുകൾ സ്വായത്തമാക്കി അത് മുന്നോട്ട് പോവുകയും ചെയ്യുക എന്നുള്ളതാണ് മനുഷ്യനിൽ അർപ്പിതമായ ദൗത്യം. അപ്പോൾ നമുക്ക് പരിചയമില്ലാത്ത, നമുക്ക് മുൻപ് കേട്ടുപരിചയമില്ലാത്ത, അനുഭവ സമ്പത്തില്ലാത്ത ഈ ഭൂമിയിലുള്ള ഏറ്റവും സുരക്ഷിതമായ നിലനിൽപ്പിന് ഈ ഭൂമിയെപ്പറ്റി കൃത്യമായ അവബോധമുള്ള ഒരു ഗൈഡിന്റെ സഹായമേറെ ആവശ്യമാണ്. പരിചയമില്ലാത്ത ഒരു ഇടത്തിൽ, ഭാഷയറിയാത്ത ഏതെങ്കിലും ഒരു വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ആ കേന്ദ്രത്തെപ്പറ്റി കൃത്യമായി അറിയണമെങ്കിൽ, മനസ്സിലാക്കണമെങ്കിൽ, ആഴത്തിൽ തിരിച്ചറിയണമെങ്കിൽ, അബദ്ധത്തിൽ ചാടരുത് എങ്കിൽ ആ പ്രദേശത്തെപ്പറ്റി, ആ കാലത്തെപ്പറ്റി കൃത്യമായി അറിയുന്ന, കൃത്യമായ അവബോധമുള്ള, അറിവുള്ള ഏതെങ്കിലും ഒരു ഗൈഡിനെ നമ്മൾ സ്വീകരിക്കണം. അത് സ്വാഭാവിക പ്രകൃതമാണ് മനുഷ്യന്റെ. എന്നതുപോലെ യാതൊരുവിധ മുൻപരിചയവുമില്ലാതെ ഈ ഭൂമിയിലേക്ക് വന്ന നമുക്ക് ഈ ഭൂമിയിലെ ജീവിതം ഏത് രൂപത്തിലായിരിക്കണം എന്നതിനെ പറ്റി, ഈ ഭൂമിയിൽ അടങ്ങിയിട്ടുള്ള ചതിക്കുഴികളെ പറ്റി, ഈ ഭൂമിയിൽ നാം വിവിധ ഇടങ്ങളിൽ സ്വീകരിക്കേണ്ടുന്ന നിലപാടുകളെ പറ്റി ശക്തമായ താക്കീതും അറിവും ഉണ്ടാകേണ്ടത് ഏറെ പ്രധാനമാണ് എന്ന് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നു. അത് കൃത്യമായി ബോധ്യപ്പെടുത്തുന്നതിനു വേണ്ടി അള്ളാഹു പ്രവാചകന്മാരെ നിയോഗിക്കുകയും അവന്റെ ദിവ്യ സന്ദേശം, ദിവ്യ വെളിപാടുകളായി അവരിലൂടെ നമ്മെ കേൾപ്പിക്കുകയും ചെയ്തതിന്റെ ആവശ്യം അതാണ്. ഈ ഭൂമിയിൽ ഏറ്റവും സുരക്ഷിതമായി നാം നിലനിൽക്കണം എന്നുള്ളതാണ് അതിന്റെ പിന്നിലെ ചേതോവികാരം. അപ്പോൾ അങ്ങനെ കൃത്യമായി അള്ളാഹുവിന്റെ വചനങ്ങൾക്ക് വിധേയപ്പെട്ടുകൊണ്ട് നാം നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുമ്പോൾ നാം മുസ്ലിം ആകുന്നു. നമ്മുടെ ഇച്ഛകൾക്കപ്പുറത്ത് സർവവും അള്ളാഹുവിൽ സമർപ്പിച്ചുകൊണ്ട് അള്ളാഹുവിങ്കിലേക്ക് പരിപൂർണമായി വിനയവിധേയരായി തീരുന്ന അവസ്ഥയെയാണ് മുസ്ലിം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇസ്ലാം എന്ന് പറയുന്നത്. ആ അവസ്ഥയിലേക്ക് എത്തിച്ചേരുമ്പോൾ സുരക്ഷിതമായ ഒരു വലയത്തിലേക്ക്, ഒരു പ്രഭാവലയത്തിലേക്ക് മനുഷ്യൻ കടന്നു ചെല്ലുന്നു. അവിടെ അവന് വിധിവിലക്കുകൾ ബാധകമാകുന്നു. അവന് രക്ഷാശിക്ഷാ മാർഗങ്ങളെ പറ്റി കൃത്യമായ വഴികൾ കാണിക്കപ്പെടുന്നു. അതിലേക്ക് വെളിച്ചം വീശുന്ന നിരവധി തെളിവുകൾ അവന്റെ മുൻപിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നു. അവനു വേണ്ടി വിവിധങ്ങളായ നിയമനിർദ്ദേശങ്ങളും അതിർവരമ്പുകളും കൃത്യമായി നിർവചിക്കപ്പെടുന്നു. അത്തരത്തിലുള്ള മാർഗങ്ങളിലൂടെ
പരിപൂർണമായ വിജയത്തിലേക്ക് അല്ലെങ്കിൽ മോക്ഷത്തിലേക്ക് മനുഷ്യൻ നടന്നെടുക്കുന്നു. അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന ദൈവസങ്കല്പവും ഈ മതവും എന്ന് പറയുന്നത്. അവിടെ കൃത്യമായി നാം മനസ്സിലാക്കേണ്ടുന്ന സൃഷ്ടാവിന്റെ നിരീക്ഷണത്തിലൂടെ നാം വിധേയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ പരീക്ഷണം ഏറ്റവും ശക്തമായി ഏറ്റവും മൂല്യമേറുന്ന രൂപത്തിൽ വിജയിച്ചു പോകേണ്ടവനാണ് വിശ്വാസി എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. നാം വിശ്വാസികളാവുകയും അത് നാം അംഗീകരിക്കുകയും ശേഷം പരാജയപ്പെട്ടു പോവുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നമ്മെ കാത്തിരിക്കുന്നത് എങ്കിൽ നമ്മെപ്പോലെ ഹതഭാഗ്യരായ മനുഷ്യർ ജീവിവർഗം ഭൂമിയിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല എന്ന് വേണം കരുതാൻ. അള്ളാഹുവെ അംഗീകരിക്കുന്നു, അള്ളാഹുവെ മനസ്സിലാക്കുന്നു, അവന്റെ വിധിവിലക്കുകൾ പരമാവധി പാലിക്കുവാൻ ശ്രമിക്കുന്നു, ശേഷം പരാജയവും നമ്മുടെ ജീവിതത്തിൽ നേരിടേണ്ടി വന്നു കഴിഞ്ഞാൽ, ആത്യന്തികമായ പരാജയവും നേരിടേണ്ടി വന്നു കഴിഞ്ഞാൽ വലിയ അപകടമാണ്, അപാകതയാണ്, വലിയ മോശമായ പര്യവസാനമാണ് നമ്മെ കാത്തിരിക്കുന്നത്. ആ ഭാഗത്തെ നാം കൃത്യമായി സൂക്ഷിക്കേണ്ടതുണ്ട്. പലപ്പോഴും പൈശാചിക പ്രവർത്തനങ്ങൾ നമ്മെ നയിക്കുന്നത് ആ നേരത്തേക്ക് മാത്രം അടങ്ങിയിട്ടുള്ള ഒരു സുഖത്തിലേക്കാണ്, ഒരു ആത്മരതിയിലേക്ക്. പലപ്പോഴും തെറ്റുകൾ പ്രവർത്തിക്കുന്ന ആളുകൾ അനുഭവിക്കുന്ന ഒരു സുഖമുണ്ട്, ഒരു ആത്മരതിയുണ്ട്, ഒരു ഇൻസ്റ്റന്റ് പ്ലഷർ ഉണ്ട്, വലിയൊരു സുഖം ആ മേഖലയിൽ അവൻ അനുഭവിക്കുന്നു. എന്നാൽ പൈശാചിക പ്രേരണയ്ക്ക് വശംവദരായിക്കൊണ്ട് അത്തരത്തിലുള്ള തെറ്റുകളിൽ അകപ്പെട്ടു പോകുന്ന മനുഷ്യർ ആ തെറ്റാനന്തരം, ആ കുറ്റങ്ങൾക്ക് ശേഷം അനുഭവിക്കുന്ന വലിയ മാനസിക വ്യഥയുണ്ട്, വലിയ പ്രയാസമുണ്ട്, വലിയ കുറ്റബോധമുണ്ട്. ഇസ്ലാം ആ കുറ്റബോധം ഇല്ലാതിരിക്കുന്നതിനു വേണ്ടി ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സൃഷ്ടാവിന് വിധേയപ്പെട്ടുകൊണ്ട് ക്രമീകരിക്കുവാൻ മനുഷ്യരാശിയോട് ആവശ്യപ്പെടുന്നു. അവിടെ ഇസ്ലാം നൽകുന്നത് സാക്ഷാൽ സമാധാനമാണ്. കേവല സുഖങ്ങൾക്കപ്പുറത്ത്, നിശ്ചിതമായ ഇടവേളകളിലേക്ക് മാത്രം നീണ്ടു നിൽക്കുന്ന സുഖങ്ങൾക്കപ്പുറത്തേക്ക് അവസാനം വരെ നീണ്ടു നിൽക്കുന്ന ശാശ്വതമായ സുഖവും സമാധാനവും സുരക്ഷിതത്വവും ഇസ്ലാമിലൂടെ മനുഷ്യരാശിയിലേക്ക് പഠിപ്പിക്കപ്പെടുന്നു. അതുകൊണ്ട് പ്രമാണബദ്ധമായ ജീവിതമാണ് നാം നമ്മുടെ ജീവിതത്തിൽ തിരഞ്ഞെടുക്കേണ്ടത്. ആ ജീവിതം ലക്ഷ്യം വെക്കുന്ന 2 ആശയങ്ങൾ കഴിഞ്ഞ ഖുത്ബയിൽ നമ്മൾ പറയുകയുണ്ടായി. അതിലൊന്ന്, അള്ളാഹു നൽകിയിട്ടുള്ള വിവേകം കൊണ്ട്, യുക്തി കൊണ്ട്, ബുദ്ധി കൊണ്ട് അള്ളാഹുവെ തന്നെ തിരിച്ചറിയുക എന്നുള്ളതാണ്. അതിലെ 2ാമത്തെ ഭാഗം എന്നുള്ളത് അള്ളാഹുവെ തിരിച്ചറിയുന്ന മനുഷ്യർ ആത്മാവ് കൊണ്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ ആ സൃഷ്ടാവിലേക്ക് അടുക്കുക എന്നുള്ളതാണ്. ഇബാദത്തുകൾ എന്ന് അതിനെ നമുക്ക് വിവക്ഷിക്കാവുന്നതുമാണ്. ഈ 2 മാർഗങ്ങൾ പൂർത്തിയാക്കുന്ന മനുഷ്യർ അവരുടെ ജീവിതത്തിൽ നടത്തേണ്ട മറ്റൊരു കാര്യത്തെപ്പറ്റി, മറ്റൊരു ലക്ഷ്യത്തെപ്പറ്റി ഇസ്ലാം മനോഹരമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമുക്ക് കാണാൻ കഴിയുന്നത് ശരീരം കൊണ്ടുള്ള സൽക്കർമ്മങ്ങളിലൂടെ സഹജീവികളെ സേവിക്കുക എന്നുള്ളതാണ് നമ്മിൽ അർപ്പിതമായിട്ടുള്ള അവസാനത്തേതും ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതുമായ 3ാമത്തെ ദൗത്യം. പലപ്പോഴും നമ്മൾ കേൾവിയുള്ള, നമ്മെ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു വിവക്ഷയാണ്, നമ്മെ പറ്റിയുള്ള ഒരു വിവരണമാണ് മനുഷ്യൻ സാമൂഹിക ജീവിയാണ്. അത് സത്യവുമാണ്. ഒരു കൂട്ടുകൂടിയുള്ള ഒരു ജീവിത പരിസരത്തിനപ്പുറത്ത് മനുഷ്യ ജീവിക്ക് അതിജീവിക്കുവാൻ വലിയ പ്രയാസമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. അപ്പോ സഹജീവികളോടുള്ള സമീപനം, സഹജീവികളോടുള്ള ബന്ധങ്ങൾ കൃത്യമായി പാലിക്കപ്പെടേണ്ടവനാണ് വിശ്വാസി എന്ന് കൃത്യമായി നാം പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതിനെ ബന്ധം എന്നുള്ള പേരിൽ ആ ബാധ്യതയെ ഇസ്ലാം പഠിപ്പിക്കുന്നു. മനുഷ്യജീവിയെ ഒന്ന് പരിശോധിക്കുക. ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നും പുറത്തു വരുന്ന നിമിഷം മുതൽ തന്നെ അവൻ ഈ ഭൂമിയിൽ ബന്ധം സ്ഥാപിച്ചു തുടങ്ങുന്നു. വിവിധങ്ങളായ കാലഘട്ടങ്ങളിലൂടെയുള്ള കടന്നുപോക്ക് വൈവിധ്യങ്ങളായ ബന്ധങ്ങൾ സ്ഥാപിക്കുവാൻ അവനെ പ്രേരിപ്പിക്കുന്നു. വൈവാഹിക ബന്ധം, അയൽവാസി ബന്ധം, ജ്യേഷ്ഠാനുജ ബന്ധം, അങ്ങനെ തുടങ്ങുന്ന വിവിധങ്ങളായ ബന്ധങ്ങളിലേക്ക് വിവിധങ്ങളായ കാലങ്ങൾ അവനെ കൊണ്ടു ചെന്നെത്തിക്കുന്നു. ഇസ്ലാം പഠിപ്പിക്കുന്നു ഈ ബന്ധങ്ങളെ ശക്തമായ ബാധ്യതയായി ഇസ്ലാം അത് പഠിപ്പിച്ചുകൊണ്ട് അത് മാന്യമായി നിലനിർത്തി പോകുവാൻ മനുഷ്യനെ പഠിപ്പിക്കുന്നു, പ്രേരിപ്പിക്കുന്നു. അത് വെറുതെ അങ്ങ് പഠിപ്പിച്ച് കളയുന്നതിനപ്പുറത്ത് ഇസ്ലാം അത് എത്ര ശക്തമായിട്ടാണ്, എത്ര മര്യാദപൂർവമാണ് മനുഷ്യനെ പഠിപ്പിക്കുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. മനുഷ്യർ സ്ഥാപിച്ചിട്ടുള്ള മുഴുവൻ ബന്ധങ്ങളെയും അള്ളാഹു തന്നോടുള്ള ബന്ധങ്ങളിലേക്ക് ചേർത്തിക്കെട്ടിയിരിക്കുന്നു. വലിയൊരു ആശയമാണ് പറയുന്നത്. അതായത് മനുഷ്യൻ പരസ്പരം കാണിക്കേണ്ടുന്ന മുഴുവൻ ബന്ധങ്ങളെയും അള്ളാഹു
അടിമ ഉടമയോടുള്ള രക്ഷിതാവിനോടുള്ള ബന്ധവുമായി കൂട്ടിക്കെട്ടിയിരിക്കുന്നു എന്ന് ഇസ്ലാമിക പ്രമാണങ്ങൾ നമ്മെ കൃത്യമായി പഠിപ്പിക്കുന്നു. മനുഷ്യജീവിക്ക് ഭൂമിയിൽ ഏറ്റവും അധികം ബാധ്യതയുള്ളത് അവന്റെ മാതാപിതാക്കളോടാണ്. നാം കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ള ഒരു ആശയമാണത്. ജനിച്ചു വീണിട്ടുണ്ട് എങ്കിൽ, പിറന്നിട്ടുണ്ട് എങ്കിൽ അവന്റെ മാതാപിതാക്കളോട് കൃത്യമായ ബാധ്യതകൾ നിർവഹിക്കേണ്ടവനാണ് മനുഷ്യനെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. വെറുതെ പഠിപ്പിക്കുകയും അതിലേക്ക് പ്രേരിപ്പിക്കുകയും ചെയ്യുന്നതിനപ്പുറത്ത് ആ ബന്ധത്തിന്, സൃഷ്ടാവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് അള്ളാഹു കൂട്ടിക്കെട്ടുകയും ചെയ്യുന്നു. അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കുന്നു, റിളല്ലാഹി ഫീ റിളൽ വാലിദൈൻ. അള്ളാഹുവിന്റെ തൃപ്തി എന്ന് പറയുന്നത് മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. നിങ്ങളൊന്ന് ആലോചിക്കണം, മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ സ്ഥാപിക്കുന്ന ഒരു ബന്ധത്തെ രൂഢമൂലമാക്കുവാൻ, ശക്തമാക്കുവാൻ, ബലിഷ്ഠമാക്കുവാൻ അള്ളാഹു തിരഞ്ഞെടുത്ത മാർഗം ആ ബന്ധത്തെ സൃഷ്ടാവുമായി കൊണ്ട് കൂട്ടിക്കെട്ടി എന്നുള്ളതാണ്. അപ്പൊ അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കുവാൻ പരിശ്രമിക്കുന്ന മനുഷ്യൻ, അടിമ, അവന്റെ മാതാപിതാക്കളെ പരിഗണിക്കേണ്ടത് അത്യാവശ്യമായി ജീവിതത്തിൽ കടന്നു വരുന്നു. പ്രവാചകൻ ആ ഹദീസിന്റെ മറ്റൊരു ഭാഗത്ത് പറയുന്നത്, വസഖത്തുല്ലാഹി ഫീ സഖത്തിൽ വാലിദൈൻ. അള്ളാഹുവിന്റെ കോപം രക്ഷിതാക്കളുടെ കോപത്തിലുമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ മഹത്തായ ആശയത്തെ ഏറ്റവും ശക്തമായ രൂപത്തിൽ ഇസ്ലാം അവതരിപ്പിക്കുന്നു. ഇനി മാനുഷികമായ ചിന്തകളിലേക്ക് നമുക്ക് കടക്കേണ്ടതുണ്ട്. ഏതൊരു കുഞ്ഞിനോടും തന്റെ രക്ഷിതാവിന് അതിയായ വാത്സല്യം ഉണ്ടാകും. അത് മനുഷ്യന്റെ ഒരു പ്രകൃതം മാത്രമല്ല, മറിച്ച് ഭൂമിയിൽ ജീവിക്കുന്ന മുഴുവൻ ചരാചരങ്ങളും ജന്തുജീവജാലങ്ങളും കഷ്ടപ്പെട്ട് പ്രസവിക്കുന്ന തന്റെ കുഞ്ഞിനോട്, തന്റെ ഉദരത്തിൽ നിന്നും പുറത്തു വന്ന ആ കുഞ്ഞിനോട് അതിയായ വാത്സല്യം കാണിക്കും. പട്ടി പ്രസവിച്ച് കിടക്കുന്ന ഇടത്തേക്ക് ആ തള്ളപ്പട്ടി ഒരു മനുഷ്യനെ അടുപ്പിക്കുകയില്ല, ഇതര ജന്തുക്കളെ ഒന്നും അടുപ്പിക്കില്ല. മുട്ട വിരിഞ്ഞ് ചിക്കിച്ചു കഴിയുന്ന കോഴിക്കുഞ്ഞുങ്ങളെ റാഞ്ചാൻ വെമ്പി നിൽക്കുന്ന പരുന്തിന്റെ അടുത്ത് അമ്മക്കോഴി കാണിക്കുന്ന ഒരു രക്ഷാകവചമുണ്ട്. വലിയ മാതൃകകളാണ് അതെല്ലാം. അപ്പൊ സ്വന്തം കുഞ്ഞിനോട്, സ്വന്തം രക്തത്തിലുള്ള കുഞ്ഞിനോട് എല്ലാ ജീവജാലങ്ങളും കാണിക്കുന്നത് അള്ളാഹു നൽകിയിട്ടുള്ള കാരുണ്യത്തിന്റെ ഭാഗമാണത്. എന്നാൽ നേരെ തിരിച്ച് നാം ഇപ്പോൾ പറഞ്ഞിട്ടുള്ള മാതാപിതാക്കളോടുള്ള ബന്ധം അല്ലെങ്കിൽ ബാധ്യതകൾ, അത് മനുഷ്യ പ്രകൃതത്തിൽ നമുക്ക് കാണാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് വസ്തുത. കോഴിക്കുഞ്ഞുങ്ങളെ തള്ളക്കോഴി പരിചരിക്കുന്നത് പോലെ അവശയായ തള്ളക്കോഴിയെ ഏതെങ്കിലും ഒരു കുഞ്ഞിക്കോഴി പരിഗണിക്കുന്നത്, അവരെ സംരക്ഷിക്കുന്നത് ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കില്ല. മുഴുവൻ ജീവജാലങ്ങളും മക്കളെ പരിഗണിക്കുന്നത് പോലെ മാതാപിതാക്കളെ പരിഗണിക്കുന്നുണ്ടോ എന്ന് ആലോചിക്കണം, മനസ്സിലാക്കണം. നമുക്ക് കാണാൻ കഴിയുകയില്ല. അവിടെ മാനുഷികമായ സ്വാഭാവികമായ ചിന്തകൾക്കപ്പുറത്ത് ബാഹികമായിട്ടുള്ള ഒരു എക്സ്റ്റേണൽ ഫോഴ്സ്, ഒരു ദൈവികമായ കൽപ്പന ആ ബന്ധത്തിന് ശക്തി പകരേണ്ടതുണ്ട് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. അതുകൊണ്ട് മാതാപിതാക്കൾ ഉപേക്ഷിക്കപ്പെടരുത്, അവർ സംരക്ഷിക്കപ്പെടണമെന്ന് ഇസ്ലാം മനോഹരമായി സമൂഹത്തിൽ ഉത്ബോധിപ്പിക്കുന്നു, പഠിപ്പിക്കുന്നു. എത്ര സുന്ദരമായി ഒരു സമൂഹത്തിന്റെ സുശക്തമായ നിലനിൽപ്പിനു വേണ്ടി ഇസ്ലാം വർത്തിക്കുന്നു. ഓരോ മേഖലകളും, മനുഷ്യൻ ഇടപെടുന്ന ഓരോ ബന്ധങ്ങളും കൃത്യമായി പഠിക്കുകയാണ് എങ്കിൽ അള്ളാഹു അതിൽ വരച്ചു വച്ചിട്ടുള്ള, ഒളിപ്പിച്ചു വച്ചിട്ടുള്ള മഹത്തായ മാനുഷിക പരിഗണന കൃത്യമായി വായിക്കുവാൻ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സാധിക്കുമെന്നുള്ളതാണ്. അപ്പൊ ബന്ധങ്ങൾ, അള്ളാഹു നൽകിയിട്ടുള്ള ആ ബന്ധങ്ങൾ ഏറ്റവും നല്ല രൂപത്തിൽ പരിഗണിക്കുവാൻ നമുക്ക് സാധിക്കണം. ലോകത്ത് കണ്ടുപിടിക്കപ്പെട്ടതിൽ ഏറ്റവും മഹത്തായ മരുന്ന് എന്നുള്ളത്, ഒറ്റമൂലി എന്നുള്ളത്, എല്ലാവരും ഒരുപോലെ അംഗീകരിക്കുന്ന ഒരു മരുന്ന്, അത് സ്നേഹമാണ്. സ്നേഹം പങ്കുവെക്കുകയും ആ സ്നേഹം തിരിച്ചെടുക്കുകയും ചെയ്യുന്ന മനോഹരമായ പ്രവർത്തനം സമൂഹത്തിൽ സംജാതമാവുകയാണ് എങ്കിൽ അക്രമങ്ങളും അനീതികളും നടപ്പിലാവുകയില്ല എന്ന് കൃത്യമായി ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നു. ഇസ്ലാം അതിനെയും പരസ്പര സ്നേഹത്തെയും കേവലം പഠനങ്ങൾക്കപ്പുറത്ത്, നിർദ്ദേശങ്ങൾക്കപ്പുറത്ത് സൃഷ്ടാവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് കൂട്ടിക്കെട്ടുന്നു.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, വല്ലദീ നഫ്സി ബിയദിഹി ലാ തദ്ഖുലുൽ ജന്നത ഹത്താ തുഅ്മിനു. എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. വിശ്വാസികളാകാതെ ഒരു മനുഷ്യനും സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ നിവൃത്തിയില്ല, സാധ്യമല്ല. വിശ്വാസം എന്നുള്ളത് സ്വർഗപ്രവേശനത്തിന്റെ അടിസ്ഥാനമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തുടരുന്നു, വലാ തുഅ്മിനു ഹത്താ തഹാബ്ബു. ഇനി നിങ്ങൾക്കാർക്കും വിശ്വാസികളാകാനും സാധ്യമല്ല. ഹത്താ തഹാബ്ബു, നിങ്ങൾ അന്യോന്യം പരസ്പരം സ്നേഹിക്കുന്നതുവരെ, കരുണ കാണിക്കുന്നതുവരെ, സഹാനുഭൂതിയോടുകൂടി വർത്തിക്കുന്നതുവരെ നിങ്ങളുടെ വിശ്വാസവും സമ്പൂർണമാവുകയില്ല എന്നും വിശ്വാസം സമ്പൂർണമാകാതെ സ്വർഗപ്രവേശനവും വിദൂരതയിലാണ് എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ സുതാര്യമായി നമ്മെ ഉണർത്തുന്നുണ്ട്. എന്നിട്ട് പ്രവാചകൻ പറയുന്നു, അങ്ങനെ നിങ്ങൾക്കിടയിൽ സ്നേഹം വർദ്ധിക്കുന്നതിനുള്ള ഒരു മാർഗത്തെ ഞാൻ പഠിപ്പിച്ചു തരട്ടെയോ? സ്വഹാബികൾ പറയുന്നു, അതെ, പഠിപ്പിക്കണം. പ്രവാചകൻ പഠിപ്പിക്കുന്നു, അഫ്ശുസ്സലാമ ബൈനക്കും, നിങ്ങൾക്കിടയിൽ സലാമിനെ നിങ്ങൾ വ്യാപിപ്പിച്ചാൽ മതി. നിങ്ങൾ പരസ്പരം സലാം പറയണം, സലാം അടക്കണം, വിശേഷങ്ങൾ ചോദിക്കണം. ആ രൂപത്തിൽ നിങ്ങൾക്കിടയിൽ സലാമിനെ വ്യാപിപ്പിക്കുകയാണ് എങ്കിൽ ഈ പറയപ്പെട്ട സ്നേഹം നിങ്ങൾക്കിടയിൽ സ്വാഭാവികമായും അള്ളാഹു ഇട്ടുതരുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ആഗമന ഉദ്ദേശം, അല്ലെങ്കിൽ മരണത്തിന് മുൻപ് നാം നേടിയെടുക്കേണ്ടുന്ന മഹത്തായ ലക്ഷ്യം എന്ന് പറയുന്നത് സൃഷ്ടികളെ സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് എന്ന് ഇസ്ലാം വളരെ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. സേവിക്കുക അല്ലെങ്കിൽ സ്നേഹിക്കുക എന്നുള്ളതിന് മറ്റൊരു വിവക്ഷ പറയപ്പെടുന്നത് അറിയുക എന്നുള്ളതാണ്. കൂടെ ജീവിക്കുന്നവനെ അറിയുക, അവന്റെ ശാരീരിക പ്രകൃതത്തിൽ നിന്നും അവന്റെ അവസ്ഥ മനസ്സിലാക്കുക, അത് വലിയൊരു കഴിവാണത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്ത് വരുന്ന ഓരോ മനുഷ്യനെയും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി ട്രീറ്റ് ചെയ്തിരുന്നു, സ്വീകരിച്ചിരുന്നു. ആരോരുമില്ലാത്ത മനുഷ്യർക്ക് പോലും, എല്ലാവരാലും കുറ്റവാളികളായി മുദ്രവെക്കപ്പെട്ട മനുഷ്യർക്ക് പോലും പ്രവാചകന്റെ സമീപത്ത് മഹത്തായ ഒരു സ്ഥാനമുണ്ടായിരുന്നു എന്ന് അവിടുത്തെ ഹദീസുകളും ചരിത്രവും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഒരു കാര്യം കൃത്യമായി നമ്മൾ പഠിക്കേണ്ടതുണ്ട്. നമ്മളൊരു മനുഷ്യന് ഒരുപാട് ഉപകാരങ്ങൾ ചെയ്തു കൊടുക്കുന്നു. ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിലും ഒരു മനുഷ്യന് അവൻ ആഗ്രഹിക്കുന്നതും അവൻ അർഹിക്കുന്നതുമായ ഒട്ടനവധി ഉപകാരങ്ങൾ അവൻ ചോദിച്ചിട്ടും ചോദിക്കാതെയും നാം നൽകുന്നു. ജീവിതത്തിന്റെ മറ്റൊരു പ്രതലത്തിൽ ആ ചെയ്തു പോയ ഉപകാരങ്ങൾ പറയേണ്ടി വരുന്നു നമുക്ക്. അങ്ങനെ പറയരുത് ഇസ്ലാമികമായി. അങ്ങനെ പറയേണ്ടി വന്നു കഴിഞ്ഞാൽ നാം എടുത്തുദ്ധരിക്കുന്നത് ഏതു തരം നന്മയായിരിക്കും, ഏതു തരം സേവനമായിരിക്കും? നമ്മളിങ്ങനെ ആലോചിക്കും. അതിൽ ഏറ്റവും മൂല്യമുള്ളതിനെ നമ്മൾ തിരിച്ചറിയും. ഏറ്റവും വാല്യൂ ഉള്ള മൂല്യത്തെ, കർമ്മത്തെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് എന്നിട്ട് നമ്മൾ അത് പറയും, ഞാൻ നിനക്ക് അന്ന് അത് അങ്ങനെ നൽകിയതാണ്, ആരും നിന്റെ ഒപ്പം ഇല്ലാതിരുന്നപ്പോ അങ്ങനെ ചെയ്തതാണ്, ഇങ്ങനെ ചെയ്തതാണ് എന്നൊക്കെ നമ്മൾ പറയും. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പരിശുദ്ധ ഖുർആനിലൂടെ ചെയ്തു കൊടുത്ത ഏതാനും ചില ഉപകാരങ്ങൾ എടുത്തുദ്ധരിക്കുന്നുണ്ട്. അത് മറക്കാതിരിക്കാനാണ്. അവിടെ അല്ലാഹു ഒന്നാമതായി എടുത്തുദ്ധരിക്കുന്ന നന്മ അല്ലെങ്കിൽ സേവനം എന്ന് പറയുന്നത് അലം നശ്റഹ് ലക സദ്റക്, നിന്റെ ഹൃദയത്തിന്, നിന്റെ മനസ്സിന് ഈ കാണുന്ന വിശാലത നൽകിയത് ഞാനാണ്. ആര് വന്നാലും കയറി താമസിക്കുവാൻ പാകത്തിന് വിശാലമായ ഹൃദയം നൽകിയത് ഞാനാണ് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകനെ ഉണർത്തുന്ന പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ നമുക്ക് കാണാം. പിന്നെയാണ് ബാക്കി കൊടുത്ത ഉപകാരങ്ങൾ, അനുഭൂതികൾ, അനുകൂലനങ്ങൾ എല്ലാം അള്ളാഹു എണ്ണി എണ്ണി പറയുന്നത്. ഒന്നാമതായി പറഞ്ഞത്, ഉണർത്തിയത് നിന്റെ ഹൃദയത്തിന് ഈ കാണുന്ന വിശാലത, എല്ലാ മനുഷ്യരെയും ഉൾക്കൊള്ളുവാൻ സാധിക്കുന്ന അത്രയും മഹത്തായ കാഴ്ചപ്പാട്, ഹൃദയ വിശാലത മുഹമ്മദ് നിനക്ക് നൽകിയത് അത് ഞാനാണ് എന്ന് അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ കൃത്യമായി പ്രവാചകനെ ഉണർത്തുന്നുണ്ട്. അപ്പൊ മനുഷ്യരെ പരിഗണിക്കേണ്ടവനാണ് മനുഷ്യൻ. ആ പരിഗണന നാം നമ്മുടെ ജീവിതത്തിൽ ശക്തമായി നിലനിർത്തേണ്ടതുണ്ട്. നിങ്ങൾ ഇസ്ലാമികമായ കാഴ്ചപ്പാടുകളിലേക്ക് നോക്കൂ.
നീതി നിഷേധത്തെ ഇത്രയും ശക്തമായി തടഞ്ഞിട്ടുള്ള ഒരു മതവും ഭൂമിയിലില്ല. ഒരു മനുഷ്യനോടും നീതി നിഷേധിക്കപ്പെടരുത്. ഒരു കാലത്തോടും നിങ്ങൾ നീതി നിഷേധം കാണിക്കരുത്. പ്രകൃതിയോട് പോലും, പച്ചക്കരളുള്ള ഏത് ജീവിയിലും നിങ്ങൾക്ക് പ്രതിഫലമുണ്ട്, നന്മയുണ്ട് എന്ന് പഠിപ്പിച്ച മതം എന്തുകൊണ്ട് നീതി നിഷേധത്തെ ഇത്ര വലിയ അപാകതയായി, ഇത്ര വലിയ പാതകമായി പഠിപ്പിക്കുന്നു? അവിടെ വേട്ടയാടപ്പെടുന്നത് മറ്റൊരു മനുഷ്യനാണ്. ഒരു മനുഷ്യന്റെ അവകാശം തടയപ്പെടാതെ ലോകത്ത് ഒരു സ്ഥലത്തും നീതി നിഷേധം നടക്കുന്നില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. ലോകത്ത് എവിടെയെല്ലാം നീതി നിഷേധിക്കപ്പെടുന്നുണ്ടോ ഒരു മനുഷ്യന്റെ അവകാശം അവിടെ ധ്വംസിക്കപ്പെടുന്നു എന്ന് വേണം കരുതാൻ. അതുകൊണ്ട് നീതി നിഷേധിക്കുന്നവരെ കർശനമായ ശിക്ഷാമുറകളിലൂടെ ഇസ്ലാം പരിഗണിക്കുമെന്ന് അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ പറയുന്നു. നേരെ തിരിച്ചും ജീവിതത്തിന്റെ ഏത് സന്നിഗ്ധ ഘട്ടങ്ങളിലും നീതിയുക്തമായി ജീവിതത്തെ ക്രമീകരിക്കുന്ന മനുഷ്യർക്ക് അള്ളാഹു മഹത്തായ പ്രതിഫലം വാഗ്ദത്തം ചെയ്തിട്ടുള്ളതും പരിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് വായിക്കാൻ സാധിക്കുന്ന വസ്തുതകളാണ്. അപ്പൊ മനുഷ്യൻ എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ വളരെ കേന്ദ്രീയമായ കഥാപാത്രമാണ്, കേന്ദ്ര പ്രസക്തമായ ഭാഗമാണ്. മനുഷ്യനെ ചുറ്റിപ്പറ്റിക്കൊണ്ടാണ് മുഴുവൻ ആശയങ്ങളും ആദർശങ്ങളും ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഏറ്റവും മഹത്തായി, ഏറ്റവും സുന്ദരമായി നമ്മിൽ അർപ്പിതമായിട്ടുള്ള ഈ ദൗത്യത്തെ കൃത്യമായി നിറവേറ്റുവാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരുമായുള്ള ബന്ധം പരിപാലിക്കുന്ന വിശ്വാസികളിൽ അല്ലാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹുവിന്റെ വിധിവിലക്കുകളെ പരമാവധി ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സൂക്ഷിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി തീരണമേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അർഹമുർ റഹീമീനായ റബ്ബ് തഖ്വയുള്ള വിശ്വാസികളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്ലാം പഠിപ്പിക്കുന്ന വലിയ ഒരു നന്മയാണ് രോഗി സന്ദർശനം എന്നുള്ളത്. രോഗികളെ സന്ദർശിക്കുന്നതിന് അല്ലെങ്കിൽ ആ പ്രവർത്തനത്തിന് അറബിയിൽ വേണമെങ്കിൽ സിയാറത്തുൽ മരീദ് എന്ന് പറയാം. എന്നാൽ പ്രവാചകൻ ആ പ്രവർത്തനത്തെ വിശേഷിപ്പിച്ചത് ഇലാജുൽ മരീദ് എന്നുള്ള പദം കൊണ്ടാണ്. അപ്പൊ കേവലം ഏതെങ്കിലും ഒരു പ്രദേശം കാണാൻ പോകുന്നത് പോലെ കണ്ടുവരേണ്ട പ്രവർത്തനമല്ല രോഗി സന്ദർശനമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. വലിയ ആശയം അല്ലെങ്കിൽ വലിയ ഒരു മാർഗം, മഹത്തായ ഒരു കവാടമാണ് രോഗി സന്ദർശനം എന്ന് പറയുന്നത്. ജീവിതത്തിന്റെ പല സാഹചര്യങ്ങളിലും കാലിടറിപ്പോകുന്ന, ശാരീരികമായ വ്യഥകൾ അനുഭവിക്കുന്ന, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ ഏറ്റവും നല്ല രൂപത്തിൽ സുഭിക്ഷമായിട്ടുള്ള ജീവിതത്തിനിടയിൽ ഇടയ്ക്കെവിടെയോ വീണു പോകുമ്പോൾ സ്വാഭാവികമായും മനുഷ്യ മനസ്സ് ആഗ്രഹിക്കുന്നതാണ് സഹജീവികളുടെ കരുതലും സ്നേഹവും. അപ്പോൾ അതിനെ കൃത്യമായി നിറവേറ്റണമെന്ന്, അതിൽ കൃത്യമായ ബാധ്യതകൾ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞതുപോലെ ബന്ധങ്ങൾ എന്നുള്ളത് നാളെ അള്ളാഹു ചോദ്യം ചെയ്യുന്ന ബാധ്യതകളായി ഒരു പുനർവായന നടത്താൻ നമുക്ക് സാധിക്കണം. ഇണകളോടായിരുന്നാലും, മാതാപിതാക്കളോടായിരുന്നാലും, മക്കളോടായിരുന്നാലും, കൂട്ടുകെട്ടുകളായിരുന്നാലും മറ്റ് എല്ലാ ബന്ധങ്ങളും ഈ ബാധ്യത എന്നുള്ള ആശയത്തിൽ കൂടി വായിക്കാൻ നമുക്ക് സാധിക്കണം. ചിരപരിചിതമായ ഒരു ഹദീസിൽ അള്ളാഹു തന്റെ അടിമകളോട് ചോദിക്കുന്ന ഒരു ചോദ്യം, ഞാൻ രോഗിയായിരുന്നപ്പോൾ നീ എന്നെ സന്ദർശിച്ചിട്ടില്ലല്ലോ, എനിക്ക് വിശന്നപ്പോൾ നീ എനിക്ക് ഭക്ഷണം നൽകിയില്ലല്ലോ. അത്ഭുതം കൂറിക്കൊണ്ട് അടിമ രക്ഷിതാവിനോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് രോഗം ബാധിക്കുകയോ, നിനക്ക് വിശക്കുകയോ? അള്ളാഹു ആ ആശയത്തെ മനോഹരമായി അവതരിപ്പിക്കുന്നു. ലൗ ഉദ്തഹു ലവജദതനി ഇൻദഹു. ഇന്നാൽ ഇന്ന മനുഷ്യൻ നിന്റെ സമീപത്ത് രോഗിയായി തീർന്നപ്പോൾ നീ അവനെ സന്ദർശിച്ചിരുന്നുവെങ്കിൽ എന്നെ നിനക്ക് അവിടെ കാണാമായിരുന്നു. ഇന്നാലിന്ന മനുഷ്യൻ പട്ടിണി കൊണ്ട് പ്രയാസപ്പെട്ടപ്പോൾ നീ അവനെ ഊട്ടിയിരുന്നുവെങ്കിൽ, ഭക്ഷണം കഴിപ്പിച്ചിരുന്നുവെങ്കിൽ അവിടെയും നിനക്കെന്നെ കാണാമായിരുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെക്കുന്നുണ്ട്.
അപ്പൊ നമ്മെ ആഗ്രഹിച്ചുകൊണ്ട് നമ്മെ കാത്തുകൊണ്ട് ഒട്ടനവധി മനുഷ്യർ നമുക്ക് ചുറ്റും നിലനിൽക്കുന്നുണ്ട് എന്നുള്ള വസ്തുത നാം തിരിച്ചറിയേണ്ടതുണ്ട്. അവരെ ചേർത്ത് നിർത്തുവാനും പരിഗണിക്കുവാനും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സാധിക്കണം. കേവലം ബാധ്യതാ നിർവഹണങ്ങൾക്കപ്പുറത്തേക്ക് അത് നമ്മുടെ ദൗത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ബന്ധത്തെ അള്ളാഹുവിന്റെ അടുത്ത് ചോദ്യം ചെയ്യപ്പെടലുകൾക്ക് മുൻപ് മനോഹരമായി അതിനൊരു ഉത്തരം കണ്ടെത്തേണ്ടതിന്റെ ആവശ്യകത മുന്നിൽ വെച്ചുകൊണ്ട് ആ മേഖലകളിലേക്ക് ഇറങ്ങിത്തിരിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പലപ്പോഴും നമ്മുടെ സാമീപ്യം ആഗ്രഹിക്കുന്നവരായിരിക്കും അധികം ചില ആളുകൾ. പെയിൻ ആൻഡ് പാലിയേറ്റീവുമായി പ്രവർത്തിക്കുന്ന ഒരു സഹോദരൻ ഈ അടുത്ത് പറഞ്ഞ ഒരു വർത്തമാനം വല്ലാതെ മനസ്സിൽ തറക്കുന്ന ഒരു പ്രയോഗമാണ്. ആരോരുമില്ലാത്ത ഒരു യുവാവ് അപകടത്തിൽപ്പെടുകയും വീട്ടിൽ ഇങ്ങനെ ചികിത്സയുടെ ഭാഗമായി നട്ടെല്ലിനേറ്റ ക്ഷതം കാരണം നിത്യകിടപ്പിലാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. വീട്ടിലുള്ളത് ഒരു അമ്മയും ഒരു പശുവുമാണ്. ആരോരുമില്ലാതെ, ബന്ധുമിത്രാദികളുടെ പരിചരണങ്ങളില്ലാതെ, വരുമാനമില്ലാതെ വല്ലാതെ പ്രയാസപ്പെട്ടിരിക്കുന്ന ഈ വീട്ടിലേക്കാണ് ഈ പെയിൻ ആൻഡ് പാലിയേറ്റീവിന്റെ കെയർ വിഭാഗം അങ്ങോട്ടേക്ക് എത്തുന്നത്. അവരവരെ പരിചരിക്കുകയും ശരീരത്തിനേറ്റ മുറിവിൽ മരുന്ന് വെക്കുന്നതോടൊപ്പം തന്നെ മനസ്സിനേറ്റിട്ടുള്ള മാരകമായ മുറിവുകൾക്ക് കൂടി അവർ മരുന്ന് വെക്കുന്നുണ്ട്. അവരുടെ വാക്കുകൾ കൊണ്ട്, അവരുടെ സാമീപ്യം കൊണ്ട്, അവരുടെ വർത്തമാനങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന്റെ മാനസികമായ രോഗങ്ങൾ ഏറെ ഭേദപ്പെട്ടു മുന്നോട്ട് വരികയാണ്. അങ്ങനെ ഒരിക്കൽ ഈ മനുഷ്യന്റെ വീട്ടിലേക്ക് ഈ യൂണിറ്റ് കയറി ചെല്ലുമ്പോ അവർ പോകാൻ വേണ്ടി ഇറങ്ങുന്ന സമയത്ത് ഒരു കുപ്പിയിൽ അല്പം ദ്രാവകം ഈ ചെറുപ്പക്കാരന്റെ കയ്യിലേക്ക്, ഈ രോഗിയായ ചെറുപ്പക്കാരൻ ഈ വന്നിട്ടുള്ള ഇവരുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. ഈ കുപ്പി എവിടെയെങ്കിലും കൊണ്ടുപോയി കളയുക. അപ്പൊ എന്താണ് ഈ കുപ്പിയിലുള്ള ദ്രാവകം? ആ രോഗിയായ മനുഷ്യൻ പറയുന്നുണ്ട്, ഇത് വിഷമാണ്, ഇത് വിഷമാണ്. എന്റെ വീട്ടിലുള്ളത് ഒരു പശുവും എന്റെ അമ്മയുമാണ്. ഇതിൽ ആരെങ്കിലും ഒരാൾ മരിച്ചാൽ ഈ കുപ്പിയിലെ ദ്രാവകം കഴിച്ചുകൊണ്ട് ജീവിതം അവസാനിപ്പിക്കണമെന്ന് കരുതിയാണ് ഞാൻ ജീവിച്ചു കൊണ്ടിരുന്നത്. എന്നാൽ അവിടെയാണ് നിങ്ങൾ എന്നിലേക്ക് കടന്നു വന്നത്. നിങ്ങൾ എന്റെ രോഗത്തെ പരിചരിച്ചു, നിങ്ങളുടെ സാമീപ്യം എന്നെ ഇരുത്തി ചിന്തിപ്പിച്ചു, എന്നിൽ മാറ്റമുണ്ടാക്കി എന്ന് ആ മനുഷ്യൻ പറയുന്നു, ചെറുപ്പക്കാരൻ പറയുന്നു. ഇത് ഒരു ചെറുപ്പക്കാരന്റെയോ ഒരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ യൂണിറ്റിന്റെയോ അനുഭവമല്ല. കേരളത്തിൽ പ്രവർത്തിക്കുന്ന, ലോകത്ത് പ്രവർത്തിക്കുന്ന മുഴുവൻ ആതുര സേവകർക്കും പറയാനുള്ള ചരിത്രമാണിത്, അല്ലെങ്കിൽ കഥയാണിത്, അനുഭവമാണിത്. ഇതിൽ എന്റെയും നമ്മുടെ ഓരോരുത്തരുടെയും ഭാഗവാക്ക് എത്രയാണ് എന്ന് തിരിച്ചറിയുമ്പോൾ വലിയ ആശങ്കയായി ജീവിത ദൗത്യം അങ്ങനെ നമ്മെ ചിരിച്ചു കാണിച്ചുകൊണ്ട് നിലനിൽക്കുകയാണ്. ജീവിതം വല്ലാതെ മുന്നോട്ട് പോയിരിക്കുന്നു. ആതുര സേവനത്തിന് ഇറങ്ങിത്തിരിക്കുവാൻ പര്യാപ്തമല്ലാത്ത രൂപത്തിൽ നമ്മുടെ ശരീരം ക്ഷയിച്ചിരിക്കുന്നു. എന്ത് ഉദറാണ് ആരോഗ്യ കാലഘട്ടത്തെ പറ്റി, നമ്മുടെ യുവത്വത്തെ പറ്റി, നമ്മുടെ ക്ഷേമകാലത്തെ പറ്റി അള്ളാഹുവിന് മുൻപിൽ നമുക്ക് ഓരോരുത്തർക്കും ബോധിപ്പിക്കാനുള്ളത്? ഉത്തരം കണ്ടെത്തുക തന്നെ ചെയ്യേണ്ടതുണ്ട്. ആ രൂപത്തിൽ വേദനിക്കുന്ന മനുഷ്യരോട് ചേർന്ന് നിൽക്കുവാൻ, ശരീരം കൊണ്ടുള്ള സൽക്കർമ്മങ്ങളിലൂടെ സൃഷ്ടികളെ സേവിക്കുവാൻ മാനസികമായി ശാരീരികമായി തയ്യാറെടുക്കേണ്ടുന്ന ബാധ്യത നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് എന്ന് നാം തിരിച്ചറിയുക. ആ രൂപത്തിൽ ആക്രമിക്കപ്പെടുന്നവര് അവരോടൊപ്പം ചേർന്ന് നിൽക്കുവാൻ, മർദ്ദിക്കപ്പെടുന്നവരോടൊപ്പം ചേർന്ന് നിൽക്കുവാൻ, അവരുടെ മതം തിരയാതെ, അവരുടെ ജാതി തിരയാതെ, രാജ്യം തിരയാതെ, വർണ്ണം തിരയാതെ, അവർ ഏതു പ്രദേശത്തുള്ളവരാണ് എങ്കിലും വേദനിക്കുന്നവരാണോ, നീതി നിഷേധിക്കപ്പെട്ടവരാണോ, മർദ്ദിക്കപ്പെടുന്നവരാണോ, ആക്രമിക്കപ്പെടുന്നവരാണോ എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അവരോട് ചേർന്ന് നിൽക്കുവാൻ, അവർക്ക് ഐക്യദാർഢ്യപ്പെടുവാൻ പാകപ്പെടേണ്ടവനാണ് വിശ്വാസി എന്ന് ഇസ്ലാം നമ്മെ അടിക്കടി ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ആ രൂപത്തിൽ മർദ്ദിതരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് വേദനിക്കുന്നവരുടെ വേദന പരിഹരിക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏറ്റവും നല്ല രൂപത്തിൽ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന ജീവിതം രചനാത്മകമായി കൊണ്ട് ജീവിപ്പിക്കുവാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ ജീവിതത്തെ ക്രമീകരിക്കുന്നവരിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വെളിച്ചം
ഖുർആൻ വിജ്ഞാന പരീക്ഷ നമ്മളെല്ലാവരും പലവരും എഴുതിയിട്ടുള്ളവരാണ്. ഖുർആൻ പഠനം എന്നുള്ളത് ഓരോ വിശ്വാസിയിലും നിർബന്ധിത ബാധ്യതയായി പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിന് നമ്മുടെ ജീവിത സാഹചര്യവുമായി ഏറ്റവും അധികം പൊരുത്തപ്പെട്ടു പോകുന്ന, നമ്മുടെ തിരക്കുകൾക്കിടയിലും ഖുർആൻ പഠനം സജീവമായി നിലനിർത്തിക്കൊണ്ടു പോകുവാൻ സാധിക്കുന്ന ഒരു പഠന വേദിയാണ് വെളിച്ചം അന്താരാഷ്ട്ര ഖുർആൻ പഠന പദ്ധതി എന്നുള്ളത്. അതിന്റെ 22ാം ഘട്ട പരീക്ഷയ്ക്കുള്ള ആ ഖുർആൻ പരിഭാഷയും അതിന്റെ ഉത്തരക്കടലാസും ലഭ്യമായിട്ടുണ്ട്. കഴിയുന്ന മുഴുവൻ ആളുകളും അത് കൈപ്പറ്റുകയും ആ പരീക്ഷയിൽ കൃത്യമായി ഭാഗവാക്കാകുകയും ചെയ്യണമെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഉളുഹിയ്യത്ത് ഇത്തവണയും നമ്മൾ സംഘടിതമായി തന്നെ നടത്തുവാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഒരു ഷെയറിന് നമ്മൾ കണക്കാക്കിയിട്ടുള്ള തുക 10,000 രൂപയാണ്. കഴിയുന്ന സാമ്പത്തികമായി ഭദ്രതയുള്ള മുഴുവൻ ആളുകളും ആ ഉളുഹിയ്യത്തുമായി സഹകരിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. നാം പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നടത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ അള്ളാഹു നമ്മിൽ നിന്നും ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും വന്നുപോയ ചെറുതും വലുതുമായ മുഴുവൻ അപാകതകളും പാപങ്ങളും അള്ളാഹു നമ്മിൽ നിന്നും വിട്ടുപുറത്ത് മാപ്പാക്കി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ അവരെയും നമ്മെയും അള്ളാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടപ്പെടാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്കും അവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ പലതരം രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ധാരാളം ആളുകൾ, ബന്ധുമിത്രാദികൾ, വേണ്ടപ്പെട്ടവർ, മാതാപിതാക്കൾ, ഇണകൾ, മക്കൾ, അള്ളാഹു അവർക്ക് സമ്പൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവർ അനുഭവിക്കുന്ന വേദനകൾക്ക് മതിയായ പ്രതിഫലം നൽകി അള്ളാഹു അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ യുദ്ധക്കെടുതികൾ കൊണ്ട്, മാരകമായ പ്രകൃതിക്ഷോഭങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ധാരാളം ആളുകളുണ്ട്. അള്ളാഹു അവർക്ക് സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ജീവിക്കുന്ന നാട് അതികഠിനമായ വേനലിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെതായ പലതരത്തിലുള്ള വിഘ്നങ്ങളും പ്രയാസങ്ങളും പ്രകടമായി കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സമൂഹത്തിൽ. അള്ളാഹു അതികഠിനമായ ചൂടിൽ നിന്നും അത്യുഷ്ണത്തിൽ നിന്നും സമാധാനം നൽകി നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ കാരുണ്യമായ മഴ നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഉ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ اللهم أجرنا أجر والدنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين والحمد لله رب العالمين.